വരി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. വംശവെറിയുടെ ബലിമൃഗങ്ങൾ. ഗാർഹിക പീഡനം സഹിക്കവയ്യാഞ്ഞ് ഏറ്റുമാനൂരിൽ പെൺമക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയും മക്കളും. കോട്ടയം അയർക്കുന്നത്ത് തന്റെ 2 പറക്കുമുറ്റാത്ത പെൺകുഞ്ഞുങ്ങളുമായി മീനച്ചില്ലാറ്റിൽ ചാടി ജീവിതം അവസാനിപ്പിച്ച അഡ്വക്കേറ്റ് ജിസ്മോൾക്കും മക്കൾക്കും നമുക്ക് നൽകാവുന്ന പേര് വംശവെറിയുടെ ബലിമൃഗങ്ങൾ എന്നാണ്. ജ്ഞാനായക്കാർ. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇത്രയും വംശവെറിയുള്ള ഒരു കൂട്ടർ ഉണ്ടാകുവാനിടയില്ല. തങ്ങളുടെ വംശശുദ്ധിയിൽ അഭിരമിക്കുന്നവർ. അതുകൊണ്ട് തന്നെ വിവാഹബന്ധത്തിന്റെ കാര്യം വരുമ്പോൾ ഇവർ ആദ്യം മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് ജ്ഞാനായക്കാർ ആയിരിക്കണം എന്നതാണ്. ജ്ഞാനായക്കാർക്ക് വല്ലതും കൂടുതലുണ്ടോ, ഫ്രില്ലോ തൊങ്ങലോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കരുത്. മനുഷ്യജാതി അഴിച്ചു നോക്കിയാൽ ഏതാണ്ട് എല്ലാം ഒരുപോലെയാണ് എന്ന സത്യം ഇവർക്ക് എന്ന് മനസ്സിലാകുമോ എന്തോ. ഇനി ദമ്പതിമാർ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം അവന്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങൾ നിയോഗിക്കുക. ഇരുവിഭാഗവും അനുരഞ്ജനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു.